ഹലോ ഗൈസ്, റജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഒരു ചെമ്പരത്തിപ്പൂവ് രസം വയ്ക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇതിനു വേണ്ടി സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ചെമ്പരത്തിപ്പൂവ്. ഞാൻ അടുക്ക് ചെമ്പരത്തിയാണ് എടുത്തിരിക്കുന്നത്, എനിക്കതേ കിട്ടിയുള്ളൂ. ഇത് ഞാൻ ഇടയ്ക്കും വെച്ചായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെമ്പരത്തിപ്പൂവ് രസം. അപ്പം ഇനി ഇതിൻ്റെ ഇതളൊക്കെ ഇളക്കി എടുക്കണം. പിന്നെ അതാ വെളുത്തുള്ളി, ഒരു 6-7 കഷ്ണം വെളുത്തുള്ളി, അത്യാവശ്യം വലുത് തന്നെ, അതിനെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ഒരു കഷ്ണം ചതച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ അതാ കുരുമുളക്, പിന്നെ കടുക്, മഞ്ഞൾ, ഇതാ പിന്നെ കണ്ട ഈ ചതച്ച മുളകുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, പിഴിഞ്ഞെടുക്കണം. ചെമ്പരത്തിപ്പൂവ് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഇടാൻ പോവുകയാണ്. കണ്ടല്ലോ, ഞാൻ കഴുകി വാരി നല്ലതുപോലെ കുറച്ച് നേരമായിട്ടാണ്. ഈ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് അതും ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. കുരുമുളക് ഇടാൻ പോവുകയാണ്. എല്ലാം കൂടിയിട്ട് ശക്കല വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ അത് കഴുകി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ചു. ഇനി ഇതിൽ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി വെളുത്തുള്ളി ഇടാം. ഈ ഉറച്ച് വയ്ക്കാം. അതുപോലെ ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് വഴറ്റിയിട്ട് ഇച്ചിരി ഒന്ന് ഇതാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കുരുമുളകൊക്കെ ഇങ്ങനെ അരച്ചല്ലെങ്കിൽ ഇതിലിട്ട് വേണമെങ്കിലും വഴറ്റിയെടുക്കാം, പക്ഷേ ഇതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇനി ഇതിലേക്ക് കറിവേപ്പില ഇടാം. എല്ലാം വെച്ചാൽ വഴറ്റി കൊടുക്കാം. ഇതാ ഇതുപോലെ ഇതാ കളറായി, ഭയങ്കരമായിട്ട് നോക്കണ്ട, ഒരുവിധം ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ പുളി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയെ ഇതിലോട്ട് ഒഴിക്കാം. തേങ്ങയുടെ കുറവ്. അപ്പം ഈ തേങ്ങാക്കറി വെക്കണേക്കാട്ടി എന്തുകൊണ്ട് ചെമ്പരത്തി രസം വെച്ചൂടാ എന്ന് ഞാൻ വിചാരിച്ചു. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾ ഇച്ചിരി ഒന്ന് കളർ വീണം. മഞ്ഞൾപ്പൊടി കണ്ടല്ലോ. ലേശം കായപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം കായപ്പൊടി ഇട്ടു. കായത്തിൻ്റെ മണം വേണം, ദേശമല്ല ഇത്തിരി വേണം കേട്ടോ. പൊടിയുപ്പാണ് ഞാൻ ഇടുന്നത്. പൊടിയുപ്പിട്ട് നോക്കട്ടെ, ഉപ്പുണ്ടാന്നേ. ഉപ്പ് കുറവ്, കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. അപ്പം തന്നെ നല്ല കളറായി വന്നിട്ടുണ്ട്. പുളിയും മഞ്ഞളിൻ്റെയും എല്ലാത്തിൻ്റെയും കളറായി. ഇനി നമുക്ക് നമ്മുടെ ഈ സാധനം ഇതൊന്ന് ഇച്ചിരി ഒന്ന് തിളച്ചോട്ട് അതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. രസം തിളച്ചിട്ടുണ്ട്. അപ്പോഴേ ഇനി ഇതാണ്ട ഇത് എല്ലാം ഈ പേസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കളറേ മാറി. നല്ലതുപോലെ വഴിച്ചൊഴിക്കുക. എന്നാൽ ഇത് കളയാനില്ല, അത്ര ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് തിളയ്ക്കണം. ഉപ്പുണ്ടാകുന്ന നോക്കട്ടെ. അടിപൊളി എരിവും നല്ല രസമുണ്ട്. തിളയ്ക്കുമ്പോൾ കളർ വരും കണ്ട. ഇനി ഇത് ഇറക്കി വെച്ചതിന് ശേഷം കാണാം. ചെമ്പരത്തി രസം അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇതാ കണ്ട, ഇത് പഴം കഞ്ഞി കുടിക്കാനും പിന്നെ കഞ്ഞി വെള്ളത്തിൻ്റെ കൂടെ ഒഴിച്ച് കുടിക്കാനും എല്ലാം സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. വേണ്ട, ഇതാണ് ചെമ്പരത്തിപ്പൂവ് രസം. അപ്പം ചെമ്പരത്തിപ്പൂവ് രസം ഉണ്ടാക്കണമുണ്ടല്ലോ. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.